ഒരു പാക്കറ്റ് പാല് വെച്ച് നമുക്ക് നല്ല കട്ട തൈര് ഉണ്ടാക്കാം. പാല് പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. കൊഴുപ്പുള്ള പാലാണെങ്കിൽ തൈരിന് നല്ല ടേസ്റ്റായിരിക്കും. സാദാ പാലായാലും കുഴപ്പമില്ല. പാല് തിളച്ച് വരുമ്പോൾ തീ കുറച്ച് വെച്ച് 2 മിനിറ്റ് പിന്നെയും തിളപ്പിക്കുക. പാലൊന്ന് കുറുകി കിട്ടുമ്പോൾ നല്ല കട്ട തൈര് കിട്ടും. അതിന് വേണ്ടിയാണ് ഈ 2 മിനിറ്റ് തിളപ്പിക്കണം. 2 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്ത് തണുപ്പിക്കാൻ വെക്കുക. ചൂടുള്ള പാലിൽ തൈര് ചേർത്താൽ തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ട് പാല് തണുത്ത ശേഷം മാത്രം ഉറവിക്കുക. തൈര് ഉണ്ടാക്കാൻ ചില്ല് കുപ്പിയ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം എടുക്കുക. ഉറവിക്കാൻ 3 ടീസ്പൂൺ തൈര് എടുത്ത് വെച്ചേക്കണം. പാലിന് നേരിയ ചൂടുള്ള സമയത്ത് 3 ടീസ്പൂൺ തൈര് പാലിൽ ചേർത്ത് മിക്സ് ചെയ്യുക. ഉറവൊഴിക്കാൻ തൈരില്ലെങ്കിൽ പാലിൻ്റെ അളവ് കുറച്ചിട്ട് 3-4 പച്ചമുളകും 3-5 തുള്ളി ചെറുനാരങ്ങ നീരും കൂടി മിക്സ് ചെയ്ത് വെച്ചാൽ നല്ല തൈര് കിട്ടും. നന്നായി മിക്സ് ചെയ്ത ശേഷം പാല് കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കുക. ഇത് തൈരാകാൻ 8 മണിക്കൂർ മാത്രം മതി. ഒന്നില്ലെങ്കിൽ ഒഴിക്കുന്നത് രാത്രി ഉറവിച്ചിട്ട് പിറ്റേ ദിവസം കാലത്തെടുക്കാം. അല്ലെങ്കിൽ കാലത്തെ വെച്ചിട്ട് വൈകിട്ട് ഒക്കെ ആകുമ്പോഴേക്കും റെഡിയാവും. 8 മണിക്കൂറിന് ശേഷം ഇതുപോലെ നല്ല കട്ട തൈര് ആയിട്ടുണ്ടാവും. ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല കട്ട തൈര് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അധികം പുളിയില്ലാത്ത തൈരായതുകൊണ്ട് മധുരമിട്ടോ അല്ലെങ്കിൽ ഉപ്പിട്ടോ കഴിക്കാം. പിള്ളേർക്കും ഇഷ്ടപ്പെടും. ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് കൊണ്ട് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. തൈരിൻ്റെ പുളി കൂടാതിരിക്കാൻ തൈര് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ആവശ്യമുള്ള സമയത്ത് നമുക്ക് അതെടുത്ത് ഉപയോഗിക്കാം. ഹെൽത്തി ഫുഡ് കഴിക്കുന്നവർക്കും സാലഡൊക്കെ ഡെയിലി കഴിക്കുന്നവർക്കും ഇതുപോലെ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഫ്രിഡ്ജിലുള്ള തൈര് തീരാറാവുമ്പോൾ 3 ടീസ്പൂൺ തൈര് ഉറവിക്കാൻ വേണ്ടി എപ്പോഴും മാറ്റി വെച്ചേക്കണം. എന്നാലേ അടുത്ത തവണ തൈര് ഉണ്ടാക്കാൻ കൂട്ടാനുള്ള തൈര് ഉണ്ടാവുകയുള്ളൂ. തൈര് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പ്രായമായവർക്കൊക്കെ 11 മണിയാവുമ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമല്ലോ. അപ്പോൾ ഇത് കൊടുക്കാം. മോരായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ സാലഡ് ഉണ്ടാക്കി കഴിക്കാം. അധികം പുളിയില്ലാത്ത തൈര് കുട്ടികൾക്കും പ്രായമായവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അത് ശരീരത്തിനും നല്ലതാണ്.